Hello my dear students, welcome back to Corporate Regulations, Session 4 ആണ്. ഇന്ന് നമ്മൾ ആ കൈൻഡ്സ് ഓഫ് കമ്പനീസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓൺ ദി ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദി ബേസ് ഓഫ് ലയബിലിറ്റി, ഓൺ ദി ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ് ഇത്രയാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ, ഓൺ ദി ബേസ് ഓഫ് നാഷണാലിറ്റി ആൻഡ് അതർ ഫോംസ് ഇത്രയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് എപ്പോഴും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്യാമ്പ് വാല്യൂഷന് പോയിരുന്നു. അന്നും ഈ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ എക്സാമിന് ഇത് എസ്സേ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, അതർ ഫോംസ് ഓഫ് കമ്പനീസിൽ കഴിഞ്ഞ സെഷനിൽ ഞാൻ തന്ന ഡയഗ്രാമിൽ ഒരെണ്ണം വിട്ടുപോയി, ഡോർമാൻ കമ്പനി എന്നുള്ളത് വിട്ടുപോയി. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് കമ്പനിയിൽ അഞ്ചാമത്തെ ഓൺ ദ ബേസ് ഓഫ് കൺട്രോളിൽ 2 ടൈപ്പ് കമ്പനീസാണ്, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ ഒരു കമ്പനി മറ്റുള്ള കമ്പനീനെ ഹോൾഡ് ചെയ്യുന്നു. ആ കമ്പനിയുടെ കൺട്രോൾ ഈ ഹോൾഡിംഗ് കമ്പനിക്കാണ്. അപ്പോൾ ഈ മറ്റുള്ള കമ്പനീസിനെ നമ്മൾ സബ്സിഡറി കമ്പനീസ് എന്നാണ് പറയുന്നത്. ഹോൾഡിംഗ് കമ്പനിക്ക് മറ്റുള്ള ലീഗൽ എൻറ്റിറ്റി ആയിട്ടുള്ള സബ്സിഡറി കമ്പനീസിനെ ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്യുന്നത് ആ സബ്സിഡറി കമ്പനിയുടെ ഷെയർസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആ സബ്സിഡറി കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ കൺട്രോൾ കൊണ്ടുവന്നോ ആയിരിക്കും ഹോൾഡ് കമ്പനി, സബ്സിഡറി കമ്പനീസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 അമെൻമെൻറ്റ് പ്രകാരം, ഭേദഗതി അനുസരിച്ച്, ഒരു ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്കും ഹോൾഡിംഗ് കമ്പനിയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആക്ട് ചെയ്യാവുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇന്ത്യയിൽ പുറത്തുള്ള ഒരു ഇൻകോർപ്പറേഷന് ഇന്ത്യയുടെ ഉള്ളിൽ സബ്സിഡറി കമ്പനീസ് ഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഹോൾഡിംഗ് കമ്പനീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടാറ്റ, റിലയൻസ്, ITC, ബിർള, മഹേന്ദ്ര ഇതെല്ലാം ഹോൾഡിംഗ് കമ്പനീസാണ്. ഇനി സബ്സിഡറി കമ്പനീസ്, അതായത് പാരൻറ്റ് കമ്പനി സ്വന്തമാക്കുന്ന കമ്പനീസാണ് സബ്സിഡറി കമ്പനീസ്. സബ്സിഡറി കമ്പനീസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസാണ്. ഇത് പാരൻറ്റ് കമ്പനിയാണ് ഫോം ചെയ്തിട്ടുള്ളത്. മുഴുവനായിട്ട് ഓൺ ചെയ്തിട്ടുള്ള സബ്സിഡറി കമ്പനീസിൻ്റെ 100% പാരൻറ്റ് കമ്പനി തന്നെ സ്വന്തമാക്കിയിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സബ്സിഡറി കമ്പനി, ഇപ്പോൾ നമ്മളുടെ ടാറ്റ എന്ന് പറഞ്ഞ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡറി കമ്പനീസ് എന്ന് പറയുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS, ടാറ്റ സ്കൈ, ടാറ്റ ഡോകൊമോ, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടേഴ്സ്, ടാറ്റ പവർ സോളാർ ഇതൊക്കെ അതിൻ്റെ സബ്സിഡറി കമ്പനീസാണ്. ഇനി ആറാമത് വരുന്നത് ഓൺ ദ ബേസ് ഓഫ് നാഷണാലിറ്റി, നാഷണൽ കമ്പനി, ഫോറിൻ കമ്പനി. നാഷണൽ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേഷൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള കമ്പനി ആക്ട് പ്രകാരം, ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് കമ്പനി ആക്ട് 2013 ആണ്. അപ്പം ഈ ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനി, അതിനെയാണ് നമ്മൾ നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതിനെയാണ് നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ഫോറിൻ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഫോറിൻ കമ്പനി. അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ ബിസിനസ് ഉണ്ടാവും. അവർ ഇന്ത്യയിൽ ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും വേറെ ഏതെങ്കിലും രീതിയിൽ. ഓക്കെ, സോ നമ്മളുടെ കമ്പനീസ് ആക്ട് 2013 ശരിക്കും ഒരു അക്യുറേറ്റ് ഡെഫിനിഷൻ തന്നിരിക്കുന്നത് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത് പഴയ ആക്ടിൽ പറയുന്ന അതേ രീതി തന്നെയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് ഉള്ള ഇൻകോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അതാണ് ഫോറിൻ കമ്പനി. ഇനി മറ്റുള്ള അതർ ഫോംസ് ഓഫ് കമ്പനിയിൽ ആദ്യം വരുന്നത് സ്മോൾ കമ്പനിയാണ്. ഒരു സ്മോൾ കമ്പനി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ കവിയാനായിട്ട് പാടില്ല. ഓക്കെ, ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് 5 crore കവിയാനും പാടില്ല എന്ന് പറയുന്നു. അതാണ് സ്മോൾ കമ്പനിയുടെ ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് 50 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. അതിന് ഹയർ എമൗണ്ട് പ്രിസ്ക്രൈബ് 5 കോടിയിലും കവിയാൻ പാടില്ല. അതായത് മിനിമം 5 lakhs തൊട്ട് മാക്സിമം 5 crores വരെ വരുന്ന ഒരു ക്യാപിറ്റലുള്ള കമ്പനീനെ നമ്മൾ സാധാരണ സ്മോൾ കമ്പനി എന്നാണ് പറയുന്നത്. അതുപോലെ ഈ സ്മോൾ കമ്പനിയുടെ ടേൺ ഓവർ
അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനുസരിച്ചിട്ട് ടേൺ ഓവർ 2 കോടിയിൽ കവിയാൻ പാടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഹയർ എമൗണ്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 കോടിയിൽ കവിയാൻ പാടില്ല. ഇപ്പം നമ്മുടെ കമ്പനി ആക്ട് 2013 അനുസരിച്ച് ഈ ഒരു സ്മോൾ കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ എനി ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി ഓർ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് ഗവൺമെൻറ് കമ്പനി. ഇതിനൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു സ്മോൾ കമ്പനി ആക്ട് 2013 അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട്. ഓക്കെ, അതിന് വേറെ സെക്ഷൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ഡിഫങ്ക്ട് കമ്പനീസാണ്. ഡിഫങ്ക്ട് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ജസ്റ്റ് ഫോം ചെയ്തു, അത് ഫോം ചെയ്ത് 1 ഇയറിൻ്റെ ഉള്ളിൽ അതിന് അസറ്റും ഇല്ല, ലയബിലിറ്റിയും ഇല്ല, ഒരു കോമേഴ്സ് ബിസിനസ്സും നടത്തിയിട്ടില്ലാത്ത കമ്പനീസ്, അതിനെയാണ് നമ്മൾ ഡിഫണ്ട് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനീസ് ഇപ്പം ഇങ്ങനെ കുറേ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫാസ്റ്റ് ട്രാക്ക് എക്സിറ്റ് പെട്ടെന്ന് തന്നെ ഫോം ചെയ്തു. ഏപ്രിൽ 2017 ഇത്തരത്തിലുള്ള ഡിഫങ്ക്ട് കമ്പനീസിനെ നോട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA എന്ത് ചെയ്തു, ഈ സ്ട്രൈക്ക് ഓഫ് മോഡ് ഫോം ചെയ്തു. എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഡിഫങ്ക്ട് കമ്പനീസിനെ നമ്മളുടെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ROCയിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഇന്ത്യയിലുള്ള ഡിഫൻറ്റ് കമ്പനീസ് അങ്ങനെ ഉണ്ടായിരുന്നതാണ് ബാങ്ക് ഓഫ് ബോംബെ, ടാറ്റ ടെക്സ്റ്റൈൽസ് ആൻഡ് ജെറ്റ് എയർവേസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡോർമാറ്റ് കമ്പനിയാണ്. ഡോർമാറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, ഫോം ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ അത് ആക്റ്റീവ് ആയിരിക്കില്ല. ഫ്യൂച്ചറിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അസറ്റ്സും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്ന കമ്പനിയാണ് ഡോർമാറ്റ് കമ്പനി. ഈ കമ്പനി 2 കൊല്ലമായിട്ട് അവരുടെ ആനുവൽ റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. ദറ്റ് മീൻസ് അവർ അസറ്റ്സ് ലയബിലിറ്റീസ് ഒന്നും 2 കൊല്ലത്തേക്ക് ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസാണ് ഡോർമാറ്റ് കമ്പനീസ്. അപ്പോൾ ഈ കമ്പനീസ് ഈ പറയുന്ന രജിസ്റ്റർ ഓഫ് കമ്പനീസ് ROCയിൽ അറിയിച്ചിട്ടുണ്ടാവും ഈ കമ്പനി ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ളത് ഫ്യൂച്ചറിൽ വരുന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ. അതാണ് ഡോർമാറ്റ് കമ്പനി. ഇനി ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ്, അതിൻ്റെ ഷെയർസ് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനി കൂടാതെ ഒരുപാട് പ്രൈവറ്റ് കമ്പനീസും ലിസ്റ്റഡ് കമ്പനീസിൽ പെടുന്നുണ്ട്. പിന്നെ അസോസിയേറ്റഡ് കമ്പനീസ്, അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് റിലേഷൻ ഉള്ളത്, അതിൽ വളരെ എടുത്തു പറയാവുന്ന സ്വാധീനമുള്ള കമ്പനീസ്. എന്നാൽ സബ്സിഡറി കമ്പനീസ് അല്ല, മിക്കപ്പോഴും ജോയിൻറ്റ് വെഞ്ചർ കമ്പനീസ് ആയിട്ട് വരുന്നതാണ്. 2 കമ്പനീസും പരസ്പരം വളരെയധികം സ്വാധീനമുള്ള കമ്പനീസ്, അതാണ് അസോസിയേറ്റഡ് കമ്പനീസ്. പിന്നെ വരുന്നതാണ് പ്രൊഡ്യൂസർ കമ്പനി. പ്രൊഡ്യൂസർ കമ്പനി എന്ന് വെച്ചാൽ നമ്മുടെ ഫാമേഴ്സിൻ്റെയും അഗ്രികൾച്ചറിസ്റ്റിൻ്റെയും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ലീഗൽ ബോഡിയാണ് പ്രൊഡ്യൂസർ കമ്പനി. ഇവർ നമ്മുടെ ഫാമേഴ്സിൻ്റെയും അഗ്രികൾച്ചറിസ്റ്റിൻ്റെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യുന്നു, അവർക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് നല്ല ഇൻകം പ്രോഫിറ്റബിലിറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സഹായിക്കുന്നവരാണ്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമേഴ്സും അഗ്രികൾച്ചറിസ്റ്റുമായിട്ട് കൂടി ചേർന്ന് കോപ്പറേറ്റീവായിട്ട് ബിസിനസ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ആ കോപ്പറേറ്റീവ് ബിസിനസ്സിനെ പിന്നെ കമ്പനീസായിട്ട് കൺവേർട്ട് ചെയ്യും. ദറ്റ് മീൻസ് ഫാമേഴ്സിൻ്റെയും അഗ്രികൾച്ചേഴ്സിൻ്റെയും കയ്യിൽ നിന്നും അവരുടെ പ്രോഡക്ട്സ് അല്ലേ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ച് അതിന് മാർക്കറ്റ് കണ്ടെത്തി അതിന് സെയിൽ നടത്തി ആ ഫാമേഴ്സിനെയും അഗ്രികൾച്ചേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അതാണ് പ്രൊഡ്യൂസർ കമ്പനീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ ആ ഒരു ഇതിൽ വരുന്നതാണ്. ഇനി അടുത്ത ഒരു ഫോം ഓഫ് കമ്പനി എന്ന് പറയുന്നത് നിധീസാണ്. നിധി കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് സെക്ഷനിൽ ഇത് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. ഈ കമ്പനിയിലുള്ള മെമ്പേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും മണി ലെൻഡ് ചെയ്യുക, ബോറോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നിധീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഈ കേരള നിധി ബെനിഫിറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്, അതായത് ചാരിറ്റബിൾ ഒബ്ജക്ട്സോട് കൂടിയിട്ടുള്ള കമ്പനീസ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയും അതിന്, NPO. ഇത് പല
കോമേഴ്സ്, ആർട്സ്, സയൻസ്, റിലീജിയൻ, ചാരിറ്റി ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനീസാണ്. പ്രോഫിറ്റ് എന്നുള്ളതല്ല മെയിനായിട്ട് ഇവിടെ ഉദ്ദേശം. ഇതിന് കിട്ടുന്ന ഇൻകമിനെ ആ കമ്പനിയുടെ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഡിവിഡൻസ് അങ്ങനെ പേ ചെയ്യുന്നില്ല. ഓക്കെ, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എഡ്യൂക്കേഷൻ, സ്പോർട്സ്, റിസർച്ച് ആക്ടിവിറ്റീസിനും കൂടി ഫോം ചെയ്യുന്നുണ്ട്. നോൺ പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇവർ അഥവാ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താലും ആ പ്രോഫിറ്റ് വീണ്ടും ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഒരിക്കലും ഈ പറയുന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് അതിൻ്റെ പ്രോഫിറ്റ് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇങ്ങനെയുള്ള കമ്പനീസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കമ്പനീസിനെ കുറിച്ചാണ് നമ്മൾ കൈൻഡ്സ് ഓഫ് കമ്പനീസിൽ നോക്കുന്നത്. ഓക്കെ.